ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് വരാൻ വേണ്ടി പോകുന്ന പേപ്പർ വ്യൂ മണി ഇൻ ദ ബാങ്ക് 2024 ഈ ഒരു മണി ഇൻ ദ ബാങ്കിലേക്ക് വേണ്ടിയിട്ട് ഒരു ടാഗ് ടീം മാച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അത് വെറും ടാഗ് ടീം മാച്ച് അല്ല, 6 മാൻ ടാഗ് ടീം മാച്ച് ആണ്. അതിൽ ഒരു ടീം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലൈൻ ടീമാണ്. സോളോ സിക്കോവ, തമതോങ്ക, തങ്കലോവ ആൻഡ് ജേക്കബ് ഫാറ്റു ഇവരെല്ലാവരും കൂടിയാണ് ഒരു ടീമിലുള്ളത്. മറ്റൊരു ടീമാകട്ടെ കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് എന്നിവരുടെ മറ്റൊരു ടീം. പക്ഷേ 3x4 എന്നുള്ള രീതിയിലാണ് ശരിക്കും ആ ഒരു ടീം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഒരു 6 മാൻ ടാഗ് ടീം മാച്ച് ആയിരിക്കും? ഈ ഒരു മാച്ചിൽ ആരായിരിക്കും കോഡി റോഡ്സിന്റെ ടീമിലേക്ക് വരിക? ഇതൊരു 8 മാൻ ടാഗ് ടീം മാച്ച് ആയി മാറുമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. ഈ ഒരു മാച്ചിൽ നടക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു മാച്ചിൽ നടക്കുക? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മണി ഇൻ ദ ബാങ്ക് 2024 വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടുവരുന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു ബ്ലഡ് ലൈൻ വേഴ്സസ് കോഡി റോഡ്സ് ആൻഡ് ഹിസ് ടീം തമ്മിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റോറി ലൈൻ. അതിലിപ്പോൾ മണി ഇൻ ദ ബാങ്ക് 2024 ഒഫീഷ്യലി 6 മാൻ ടാഗ് ടീം മാച്ച് ഉറപ്പിച്ചു എന്നുള്ളത് WWE റോ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ഈ ഒരു മാച്ച് നടക്കുക? ഈ ബ്ലഡ് ലൈൻ ടീമിലെ 4 പേരിൽ ആരൊക്കെയായിരിക്കും മത്സരിക്കാൻ വേണ്ടി വരുന്നത്? ഏത് 3 പേരായിരിക്കും മത്സരിക്കുക? അതുപോലെ തന്നെ ഇനി ഇവർ 4 പേരും കൂടി മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോഡി റോഡ്സിന്റെ ടീമിലേക്ക് വേറെ ആരെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ്. അതിൽ ഒന്നാമതായിട്ട് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡി റോഡ്സിന്റെ ടീമിലേക്ക് പുതിയൊരാൾ കൂടി വരും, എന്നിട്ട് അതൊരു 8 മാൻ ടാഗ് ടീം മാച്ച് ആയിട്ട് നടക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് പ്ലസ് ഒരു സർപ്രൈസ് വ്യക്തി ഇവർക്കെതിരെ ബ്ലഡ് ലൈൻ മത്സരിക്കുന്നു 8 മാൻ ടാഗ് ടീം മാച്ച് ആയിക്കൊണ്ട്. ആ ഒരു വ്യക്തി വരുന്നത് മണി ഇൻ ദ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പർ വ്യൂവിൽ തന്നെ ആയിരിക്കുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് വരുന്നത് വേറെ ആരും ആയിരിക്കില്ല, ബ്ലഡ് ലൈൻ ടീമിന്റെ ഒറിജിനൽ ഉടമയായിട്ടുള്ള റോമൻ റെയിൻസ് ആയിരിക്കും. അതായത് മണി ഇൻ ദ ബാങ്ക് നടക്കുന്നു, മണി ഇൻ ദ ബാങ്കിൽ ഇവരെല്ലാവരും തന്നെ വരുന്നു. ആ സമയത്ത് റോമൻ റെയിൻസിന്റെ ഒരു മരണമാസ റിട്ടേൺ നടത്തുന്നു. അങ്ങനെ ഒരു റിട്ടേൺ നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് ബ്ലഡ് ലൈൻ ടീമിന്റെ കൂടെയായിരിക്കും റോമൻ റെയിൻസ് പോവുക എന്നുള്ളത്. പക്ഷേ റോമൻ റെയിൻസിനെ റെസ്ൽമേനിയ 40 തോൽപ്പിച്ചിട്ടുണ്ടായിരുന്ന കോഡി റോഡ്സിന്റെ കൂടെ റോമൻ റെയിൻസ് പോകുന്നതും കോഡി റോഡ്സിന്റെ ടീമിലേക്ക് റോമൻ കയറുന്നതും ഇവർ തമ്മിലുള്ള ഒരു 8 മാൻ ടാഗ് ടീം മാച്ച് നടക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് മറ്റൊരു ചാൻസ് കൂടിയുണ്ട്. ആ ചാൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് അധിക പേരും പറഞ്ഞു കേൾക്കാത്തൊരു ചാൻസ്. അതാണ് ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തമ്മിലുള്ള ഈ ഒരു മാച്ച് നടക്കുന്നു. നമ്മൾ എല്ലാവരും തന്നെ കാത്തിരിക്കുക റോമൻ റെയിൻസിന്റെ റിട്ടേണിന് വേണ്ടി തന്നെയായിരിക്കും. ഒന്നുകിൽ റോമൻ റെയിൻസ് ബ്ലഡ് ലൈനിന്റെ കൂടെയോ അല്ലെങ്കിൽ റോമൻ റെയിൻസ് കോഡിയുടെ കൂടെയോ ചേരുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കാര്യം നടക്കും. മറ്റൊന്നുമല്ല, RKO ഔട്ട് ഓഫ് നോവെയർ റാൻഡി ഓർട്ടൺ കോഡി റോഡ്സിനെ ചതിക്കും. റാൻഡി ഓർട്ടൺ കോഡി റോഡ്സിനെ ചതിച്ചുകൊണ്ട് റാൻഡി വേഴ്സസ് കോഡി തമ്മിലുള്ള ഒരു ഫ്യൂഡ് സമ്മർ സ്ലാം 2024 വേണ്ടിയിട്ട് WWE ബിൽഡ് ചെയ്യുമെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമ്മർ സ്ലാം 2024 വേണ്ടിയിട്ട് ഒരിക്കലും പറ്റിയിട്ടുള്ള ഒരു മാച്ചല്ല കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മാച്ച്. കാരണം അത്രത്തോളം വലിയൊരു റെസ്ലറായിട്ട് സോളോ സിക്കോവ മാറിയിട്ടുള്ളത് എനിക്കും തോന്നിയിട്ടില്ല, വേറെ ആർക്കും തോന്നിയിട്ടില്ല. പക്ഷേ സമ്മർ സ്ലാം 2024 വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു മാച്ച് തന്നെയാണ് കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ളത്. കാരണം അവർ തമ്മിലുള്ള കഥ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയിട്ടുള്ളതാണ്. ലെഗസി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്ന ടീമിലുള്ളപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ വെക്കുകയാണെങ്കിൽ ഒരു രക്ഷയും ഉണ്ടാകില്ല. റാൻഡിയെ ഹീലാക്കാൻ പറ്റിയ ദ ബെസ്റ്റ് മൊമെന്റ് തന്നെയായിരിക്കും ഇത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ പേപ്പർ വ്യൂ ആയിട്ടുള്ള ക്ലാഷ് അറ്റ് ദി കാസിലിന്റെ ഏറ്റവും അവസാനത്തേക്ക് കോഡി റോഡ്സിനെ സോളോ സിക്കോയുടെ ടീം വന്ന് അറ്റാക്ക് ചെയ്ത സമയത്ത് റാൻഡി ഓർട്ടൺ രക്ഷിക്കാൻ വന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം റാൻഡിയുടെ കണ്ണുടക്കിയിട്ടുണ്ടായിരുന്നത് കോഡിയുടെ ചാമ്പ്യൻഷിപ്പിന് മുകളിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കോഡി റോഡ്സിനെ റാൻഡി ഓർട്ടൺ ചതിക്കാനും റാൻഡി ഓർട്ടൺ കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാനും റാൻഡി ഒരു ഹീൽ ക്യാരക്ടറായിട്ട് മാറാനും റാൻഡി വേഴ്സസ് കോഡി തമ്മിലുള്ള മാച്ച് സമ്മർ സ്ലാം 2024 നടക്കാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഒരു രക്ഷയുമില്ലാത്ത ലെവലിലേക്ക് WWEക്ക് കൊണ്ടുപോകാനും കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കോഡി റോഡ്സിനെ തന്റെ റെസ്ൽമേനിയ 40 കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സ്റ്റോറി ലൈൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ റെസ്ൽമേനിയ 40 കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും കോഡി റോഡ്സിന് നല്ലൊരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്നും കിട്ടിയിട്ടില്ല, നല്ലൊരു ഫ്യൂഡ് കിട്ടിയിട്ടില്ല. AJ സ്റ്റൈൽസിന്റെ ഫ്യൂഡാണ് പിന്നെയും പറയാൻ പറ്റുന്നത്, പക്ഷേ അതും വലിയൊരു ലെവലിലേക്ക് മാറിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കോഡി റോഡ്സിന് ഏറ്റവും പറ്റിയ എതിരാളി തന്നെയാണ് റാൻഡി ഓർട്ടൺ. കോഡി റോഡ്സിനെതിരെ റാൻഡി ഓർട്ടൺ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത ക്യാരക്ടറായിട്ട് കോഡി റോഡ്സിന് മാറാം. നമ്മുടെ പഴയ വൈപ്പറിനെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 കഥകളിൽ ഏത് സ്റ്റോറി ആയിരിക്കും നടക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.